ദേശീയ പതാകയാണ് അല്ലേ എന്റെ മക്കളില്ലേ? ഇത് കളിക്കേണ്ട സാധനമല്ല കേട്ടാ. ഇത് കണ്ടില്ലേ കാവി നിറം കണ്ടില്ലേ? അത് ധൈര്യത്തിന്റെയും ത്യാഗത്തിന്റെയും സൂചിപ്പിക്കുന്നതാണ് കേട്ടാ. കണ്ടില്ലേ അടിയിലെ പച്ച നാടിന്റെ വളർച്ചയെയും സമൃദ്ധിയെയും സൂചിപ്പിക്കുന്നു. വെള്ളക്ക് നടുക്കുണ്ടല്ല ഒരു ചക്രം, അതിന്റെ പേരെന്താണ്? അശോക ചക്രം. മക്കൾക്കറിയില്ല ഇത് അശോക ചക്രം നടുക്ക്. അതിന് 24 ആരക്കാലുകളുണ്ട്. എത്ര? 24 ആരക്കാലുകളുണ്ട് അതിന് നടുക്ക്. ഇതിന്റെ പേരാണ് അശോക ചക്രം. ഇതിന് ഇത് കണ്ടില്ലേ? ഇതിന് എന്ത് കളർ? അശോക ചക്രത്തിന് നിറം എന്താണ്? നീല. മക്കളെ നമ്മുടെ ദേശീയ പതാക വലിച്ചിഴക്കുകയോ നിലത്തിടുകയോ ചവിട്ടി മെതിക്കുകയോ ചെയ്യാൻ പാടില്ല കേട്ടാ. അത് അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. കളിപ്പാട്ടം പോലെയൊന്നും ഉപയോഗിക്കാൻ പാടില്ല കേട്ടാ. പതാക കാണുമ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത് കുട്ടികളെ? എന്താ പറയണ്ടേ മക്കളെ? ജയ് ഹിന്ദ് എന്ന് പറയണ്ടേ? നമ്മ പതാക കണ്ടപാട് എന്ന് പറയണത് സല്യൂട്ട് അടിക്കണം. ജയ് ഹിന്ദ്. ടീച്ചർ പറഞ്ഞു നമുക്ക് ദേശീയ പതാകയ്ക്ക് 3 നിറമുണ്ട് പറഞ്ഞാല് മക്കളെ. മുകളില് എന്ത് നിറം? കാവി നിറം, കുങ്കുമ നിറം എന്ന് പറയും. നടുവിൽ വെള്ള, അടിയിൽ പച്ച. ഇതാണ് നമ്മുടെ ദേശീയ പതാക അല്ലേ. ഇത് നമ്മള് ആഗസ്റ്റ് 15 എന്താക്കും? പതാക ഉയർത്തും അല്ലേ. എന്നിട്ട് അന്നേ ദിവസം നമ്മൾ പായസം ഉണ്ടാക്കും ഇല്ലേ. നമ്മുടെ രാജ്യം ആരുടെ കയ്യിലുണ്ടായിരുന്നത്? ബ്രിട്ടീഷുകാരുടെ കയ്യിൽ. ആരുടെ കയ്യില്? ബ്രിട്ടീഷുകാരുടെ കയ്യിലാണ് നമ്മുടെ രാജ്യം ഉണ്ടായത്. അപ്പൊ നമുക്ക് സമരം ചെയ്ത് പോരാടിയിട്ട് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാന്മാരുടെ പേര് പറഞ്ഞതിനല്ലേ ടീച്ചർ? ആരിലാണ്? നെഹ്റു, ഗാന്ധിജി, സുഭാഷ് ചന്ദ്രബോസ്, ബാലഗംഗാധര തിലകൻ, സരോജിനി നായിഡു. അങ്ങനെ ഒരുപാട് മഹാന്മാരുണ്ട് അല്ലേ.